താരക ബ്രഹ്മമായ കലിയുഗ വരദനായ സർവ്വദുരിത മോചകനായ ശ്രീ അയ്യപ്പസ്വാമിയെ ഉപാസിക്കാൻ ഏറ്റവും ഉത്തമമായ കാലമാണ് വൃശ്ചികം 1 മുതൽ മകരസംക്രമം വരെയുള്ള 2 മാസക്കാലം. ശനിദോഷവും മറ്റ് ഗ്രഹപ്പിഴകളും കാരണം ദുഃഖദുരിതങ്ങളിൽ അകപ്പെട്ട് സങ്കടത്തോടെ കഴിയുന്ന ആളുകൾക്ക് ദുരിതശാന്തി നേടുന്നതിനും ആഗ്രഹ സാഫല്യത്തിനും ഏറ്റവും പറ്റിയ ലളിതമായ മാർഗമാണ് അയ്യപ്പ ഭജനം. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മനസ്സുകളിൽ അയ്യപ്പ ചൈതന്യവും നാടെങ്ങും ശരണം വിളികൾ മുഴങ്ങുകയും ചെയ്യുന്നതാണ് മണ്ഡലകാല മകരവിളക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പുണ്യകാലത്ത് ചെയ്യുന്ന ശ്രീ അയ്യപ്പസ്വാമിയുടെ ഉപാസനകൾക്ക് അതിവേഗത്തിൽ ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള ഈ പുണ്യകാലത്ത് ശനിദോഷം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുഃഖങ്ങളുള്ള ആളുകൾ അയ്യപ്പസ്വാമിയെ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം കിട്ടും. ശനിദോഷമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുകയും അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിവേഗം നമ്മുടെ ശനിദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാനായിട്ടും അതിൽ നിന്ന് വരുന്ന ദുരിതങ്ങളെല്ലാം മാറ്റിയെടുക്കാനായിട്ടും മറ്റ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ അത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഈ പുണ്യകാലത്ത് ശനിദോഷം അനുഭവിക്കുന്ന ആളുകളും അതുപോലെ എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളും എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നമുക്കൊരു സന്തോഷമില്ലായ്മ തോന്നുന്ന ആളുകൾക്കുമൊക്കെ ഈ അയ്യപ്പസ്വാമിയോട് ഈ ഒരു മണ്ഡലകാലത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിവേഗത്തിൽ ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ സമയത്ത് അയ്യപ്പസ്വാമിയെ എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നും അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം വഴിപാടുകളാണ് നടത്തേണ്ടത് എന്നുമാണ് പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മാലയിടുമ്പം മുതൽ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ ചെല്ലുത്തോളം വരെ എന്തെല്ലാം കാര്യങ്ങളാണ് അയ്യപ്പ ഭക്തര് ശ്രദ്ധിക്കേണ്ടത് എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അയ്യപ്പ ഭക്തര് മാത്രമല്ല ഇങ്ങനെ ശനിദോഷങ്ങളും അതേപോലെ തന്നെ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങളും ഒക്കെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ ഈ മണ്ഡലകാലത്ത് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടും അതുപോലെ തന്നെ ഈ സമയത്ത് ധാരാളം ആളുകൾ മാലയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മാലയിട്ട് ആ തിരുസന്നിധിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയമായതുകൊണ്ടും നമുക്ക് അയ്യപ്പസ്വാമിയെ കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. മാലയിട്ട് കഴിഞ്ഞാൽ സ്വാമി അയ്യപ്പനും ഭക്തനുമൊക്കെ ഒന്നാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അയ്യപ്പ മുദ്ര ധരിച്ച് വ്രതമെടുത്ത് വേണം ശബരിമല തീർത്ഥാടനം നടത്തുവാനായിട്ട്. അതിന് ആദ്യം വേണ്ടത് നമ്മൾ മാലയിടുകയാണ്. ഏത് ദിവസവും നമുക്ക് മാലയിടാം. എന്നിരുന്നാലും ശനിയാഴ്ചകളിലും ഉത്രനാളിലുമൊക്കെ മാലയിടുന്നത് വളരെ വിശേഷമാണ് എന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ ഉത്രനാൾ എന്ന് പറയുന്ന അയ്യപ്പസ്വാമിയുടെ ജന്മ അയ്യപ്പസ്വാമി ശനീശ്വരനുമാണ്. അതുകൊണ്ട് തുളസി മാലയോ രുദ്രാക്ഷമാലയോ ആണ് നമ്മൾ കൂടുതലായിട്ടും മാലയിടാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് അയ്യപ്പസ്വാമികൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സത്യധർമാദികൾ, മനഃശുദ്ധി, ശരീരശുദ്ധി ഇവയൊക്കെ പാലിച്ച് മത്സ്യമാംസാദികൾ ത്യജിച്ച് വേണം മണ്ഡലവ്രതം എടുക്കാനായിട്ട്. ബ്രഹ്മചര്യം നിർബന്ധമായിട്ടും ഈ സമയത്ത് പാലിക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് അയ്യപ്പ ശ്ലോകം ജപിച്ച് അയ്യപ്പൻ്റെ ശരണം വിളിച്ച് വേണം നമ്മൾ ഓരോ ദിവസവും തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ വൈകുന്നേരം ത്രിസന്ധ്യാ സമയത്തും അയ്യപ്പസ്വാമിയെ ശരണം വിളിച്ച് വേണം നമ്മൾ മുന്നോട്ട് ഈ വ്രതം കൊണ്ടുപോകാനായിട്ട്. ഒപ്പം തന്നെ നമുക്ക് ശനിയാഴ്ച വ്രതം നോറ്റ് സാധുക്കൾക്ക് അന്നദാനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ദിവസവും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അതും ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ശനിദോഷമുള്ള ആളുകളൊക്കെയാണ് മാല ഇട്ടിരിക്കുന്നതെങ്കിൽ നീരാഞ്ജനം തെളിയിക്കുന്നതും വളരെ നല്ലതാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ. അതുപോലെ തന്നെ തുടർന്ന് ഈ 41ാമത്തെ ദിവസം ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ നെയ്ത്തേങ്ങയും ഇരുമുടി കെട്ടും നിറച്ചാണ് നമ്മൾ ശബരിമലയിലേക്ക് യാത്രയാകുന്നത്. എന്നാൽ ഇപ്പോൾ മിക്ക ആളുകളും 41 ദിവസമൊന്നും വ്രതമെടുക്കാറില്ല. എങ്കിലും കഴിയുന്നത്ര ദിവസം വ്രതമെടുത്ത് തന്നെ നമ്മൾ അയ്യപ്പസ്വാമിയെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നോമ്പ് നോറ്റ് വേണം അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇനി ശനിദോഷമുള്ള ആളുകൾ ഇവിടെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നും നമ്മളൊന്ന് പറയാം. അയ്യപ്പസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് നെയ്യഭിഷേകം വഴിപാട്.
അപ്പോൾ ഈ ശബരിമല ദർശനം നടത്തുവാനായിട്ട് നെയ്ത്തേങ്ങ കൊണ്ടുപോകണം. ചിലരൊക്കെ നെയ്യഭിഷേകം നടത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ശബരിമലയിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ശാസ്ത ക്ഷേത്രങ്ങളിലും നെയ്യഭിഷേകം നടത്താം. 3 നാഴി നെയ്യ് നമ്മൾ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നൽകണം. അപ്പോൾ നമ്മളത് ചില ക്ഷേത്രങ്ങളിലൊക്കെ അവിടെ രസീത് എടുത്താൽ മതിയാവും, അവിടെ നെയ്യ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് അവിടെ കൊടുക്കുകയും ചെയ്യാം. തലേദിവസം തന്നെ ഈ ഒരു വഴിപാട് നടത്താനായിട്ട് ക്ഷേത്ര പൂജാരിയെ നമ്മൾ നെയ്യൊക്കെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ രസീതൊക്കെ എടുത്ത് ഏൽപ്പിച്ച് അവിടെ ചുമതലപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു നെയ്യഭിഷേകം ചെയ്ത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ 5 ശനിയാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാപശമനത്തിന് ഏറ്റവും ഗുണകരമാണ്. അതുപോലെ തന്നെ ശനിദോഷമൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു നെയ്യഭിഷേകം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശനിദോഷമൊക്കെ അത്ര കഠിനമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അഭിഷേകം ചെയ്ത നെയ്യ് വാങ്ങി 21 ദിവസം പുലർച്ചെ കുളിയൊക്കെ കഴിഞ്ഞ് സേവിക്കുന്നത് ആരോഗ്യത്തിനും രോഗശാന്തിക്കും ഒക്കെ വളരെ ഉത്തമമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ഒരു നെയ്യ് നമ്മൾ വാങ്ങി പുലർച്ചെ സേവിക്കുമ്പോൾ നമ്മളതിന് മറ്റ് മത്സ്യമാംസാദികളൊന്നും കൂട്ടാതെ നമ്മൾ ശരീരശുദ്ധിയൊക്കെ നോക്കിക്കൊണ്ട് വേണം ഈ നെയ്യ് നമ്മൾ സേവിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഭഗവാനെ നെയ്യ് കൊടുത്ത അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത നെയ്യാണ് നമ്മൾ സേവിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അത് അത്രയും പുണ്യത്തോടു കൂടി അത്രയും കരുതലോടു കൂടി വേണം നമ്മൾ ആ നെയ്യ് സേവിക്കാനായിട്ട്. അപ്പോൾ അശുദ്ധി ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് നമ്മളത് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ശനിദോഷമുള്ള ആളുകൾ നെയ്യഭിഷേകം വഴിപാട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്തോളാം. അതുപോലെ തന്നെ അയ്യപ്പ പ്രീതിക്ക് ഏറ്റവും നല്ലതാണ് കരിക്ക് അഭിഷേകം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7 കരിക്കൊക്കെയാണ് അഭിഷേകം ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത് ഈ രോഗശാന്തിക്കും അതുപോലെ തന്നെ ആരോഗ്യസിദ്ധിയൊക്കെയാണ് ഈ ഒരു കരിക്കഭിഷേകം ചെയ്താലുള്ള ഫലം. അപ്പോൾ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ഭസ്മാഭിഷേകം ചെയ്യുക എന്ന്. അപ്പോൾ ഇത് നമുക്ക് ഈ ത്വക്ക് രോഗമൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വിദ്യാവിജയമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ടും ഈ ഒരു ഭസ്മാഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് 12 പിടി ഭസ്മമാണ് വേണ്ടത്. അത് നമ്മൾ 2 കൈകളിലും കൂടി ഒരുമിച്ച് പിടിക്കുമ്പോഴാണ് കേട്ടോ 12 പിടി വേണ്ടത്. ഓരോ കൈപ്പിടിയിൽ അല്ല, 2 കൈകളൂടെ ചേർത്ത് പിടിച്ചിട്ടുള്ള 12 പിടി ഭസ്മം നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു ഭസ്മാഭിഷേകം നടത്തുന്നതും നമുക്കിങ്ങനെയുള്ള വിഘ്ന നിവാരണത്തിനുമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിവേദ്യമാണ് എള്ള് പായസം. അപ്പം എള്ള് ചേർന്ന ശർക്കര പായസം എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ ഇഷ്ട നിവേദ്യമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് നമുക്ക് ശനിയാഴ്ച ദിവസം ഈ ഒരു എള്ള് പായസം നടത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉത്രം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഈ എള്ള് പായസം നമ്മൾ വഴിപാടായിട്ട് നടത്തുന്നത് വളരെ നല്ലതാണ്. ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ എള്ള് പായസം ഇങ്ങനെയുള്ള പ്രധാന അയ്യപ്പസ്വാമിയുടെ പ്രധാന ദിവസങ്ങളിലെല്ലാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാപശമനവും അഭീഷ്ടസിദ്ധിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ എള്ള് പായസം നടത്താൻ കഴിയുന്ന ആളുകളൊക്കെ ഈ ഒരു ദിവസങ്ങളൊക്കെ നോക്കിയിട്ട് എള്ള് പായസവും കൂടെ നടത്തുക. അതുപോലെ തന്നെ ശംഖുപുഷ്പം അർച്ചന കേട്ടോ, അതായത് നീല ശംഖുപുഷ്പം കൊണ്ടാണ് അർച്ചന നടത്തേണ്ടത്. ഇത് നമ്മുടെ അഭീഷ്ട സിദ്ധിക്കും വിഘ്ന നിവാരണത്തിനും വളരെ നല്ലതാണ്. നമുക്ക് ശനിദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നീരാഞ്ജനം തെളിയിക്കാൻ. അപ്പോൾ ഈ എള്ളുകിഴി ഉണ്ടാക്കി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് അടുപ്പിച്ച് തുടർച്ചയായിട്ട് ഒരു 12 ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഫലം ലഭിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് അടുപ്പിച്ച് ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. നമുക്ക് കഴിയുന്ന ശനിയാഴ്ചകളിലൊക്കെ ഈ ഒരു നീരാഞ്ജനം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശനിദോഷം മുഖാന്തരമുള്ള പ്രശ്നങ്ങളും നമ്മുടെ നമ്മുടെ ആയുസ്സിന് ഉള്ള പ്രശ്നങ്ങളും ഒക്കെ നീങ്ങി നമ്മുടെ ജീവിതം മുന്നോട്ട് സന്തോഷപ്രദമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നീരാഞ്ജനം വഴിപാടും വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെയാണ് ഈ ഒരു സമയങ്ങളിൽ പ്രധാനമായും അയ്യപ്പസ്വാമി ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ മണ്ഡലകാലത്ത് നല്ല അല്ലാത്ത സമയങ്ങളിലും അയ്യപ്പസ്വാമിക്ക് ചെയ്യുന്ന വഴിപാടുകളാണ്. പക്ഷേ ഈ ഒരു മണ്ഡലകാലത്ത് ചെയ്യുമ്പോൾ, ഈ ഒരു പുണ്യ സമയത്ത് ചെയ്യുമ്പോൾ, ഈ അയ്യപ്പസ്വാമിയുടെ ശരണം വിളി ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ ഈ പറയുന്ന അർച്ചനകൾക്കും ഈ പറയുന്ന വഴിപാടുകൾക്കൊക്കെ
ഫലം 100 കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു വൃശ്ചിക മാസത്തിൽ നമ്മൾ നോയമ്പ് നോറ്റ് നമ്മൾ അയ്യപ്പസ്വാമിയെ ഭജിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.